പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നു. അതുപോലെ അതിൻ്റെ കൂടെ തരുന്ന നോട്ടുകൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുന്നു. അത് വീണ്ടും വീണ്ടും നോക്കി പഠിക്കുകയും ചെയ്യുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായ അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് വിവിധ വീഡിയോകളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ, കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിംഗ് റേഷ്യോ, വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ, distribution of accumulated profits and losses, revaluation of assets and liabilities and capital adjustments. ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന ഭാഗത്ത് പരിശോധിക്കേണ്ടത്. അതിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ എന്ന ഭാഗമാണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ ഇവിടെ വ്യത്യസ്ത കേസുകളിലായിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അവിടെ ഒന്നാമത്തെ കേസ്, ഇൻകമിംഗ് പാർട്ട്ണർ ബ്രിങ്സ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഇൻ ക്യാഷ്. പുതിയ പാർട്ട്ണർ അയാളുടെ ഗുഡ്വില്ലിൻ്റെ ഷെയർ ക്യാഷായി കൊണ്ടുവരുന്ന സന്ദർഭം. അതിൻ്റെ ജേണൽ എൻട്രി, സ്പെസിമെൻ ജേണൽ എൻട്രി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസും നമ്മൾ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും നമ്മൾ വർക്കൗട്ട് ചെയ്തു. അതുപോലെ അഡ്മിഷൻ സമയത്ത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഗുഡ്വിൽ നിലനിൽക്കുന്ന സന്ദർഭം, വെൻ ഗുഡ്വിൽ എക്സിസ്റ്റ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഈ സമയത്ത് നിലവിലുള്ള ഗുഡ്വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യണം. ഗുഡ്വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യാനുള്ള ജേണൽ എൻട്രി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ, ഗുഡ്വിൽ റിട്ടേൺ ഓഫ് ഇൻ ദി ഓൾഡ് റേഷ്യോ. അതുപോലെ ഇൻകമിംഗ് പാർട്ട്ണർക്ക് അയാൾ കൊണ്ടുവരേണ്ട ഗുഡ്വിൽ ഷെയർ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രി എഴുതി അതിനും എന്ത് നീക്കുപോക്കാണ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായി രണ്ട് കേസുകളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഇൻകമിംഗ് പാർട്ട്ണർ brings his share of goodwill in assets in kind. അതുപോലെ ഹിഡൻ ഗുഡ്വിൽ നമ്മൾക്ക് തന്ന ക്വസ്റ്റ്യനിൽ ഗുഡ്വിൽ തന്നിട്ടില്ല, എത്രയാണ് ഗുഡ്വില്ലിൻ്റെ വാല്യൂ എന്ന് തന്നിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് ഗുഡ്വിൽ പ്രോഫിറ്റിനെയും അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെയും ക്യാപിറ്റലിനെയും ബേസ് ചെയ്ത് ഗുഡ്വിൽ കണ്ടെത്തണം. അങ്ങനെ ഗുഡ്വിൽ കണ്ടെത്തി സാധാരണ പോലെ ആവശ്യമായ ജേണൽ എൻട്രികൾ എഴുതുക. അത് ആദ്യം ഡിസ്കസ് ചെയ്യുന്നു. രണ്ടാമതായി ഇൻകമിംഗ് പാർട്ട്ണർ ബ്രിങ്സ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഇൻ കൈൻഡ് എന്ന ഭാഗവും നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, അതിലെ നീക്കുപോക്കായ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ, അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ. അതിൽ ഹിഡൻ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ മറഞ്ഞു കിടക്കുന്ന ഗുഡ്വിൽ എന്നർത്ഥം. ക്വസ്റ്റ്യനിൽ ഗുഡ്വിൽ നേരിട്ട് തന്നിട്ടില്ല, നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തണം. ആ ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ അതിൽ നിന്ന് കണ്ടെത്തണം. അതാണ് ഹിഡൻ ഗുഡ്വിൽ, മറഞ്ഞു കിടക്കുന്ന ഗുഡ്വിൽ. Sometimes the value of goodwill is not given. In such situation, goodwill can be estimated on the basis of capital and profit sharing ratio. എങ്ങനെ ഗുഡ്വിൽ കണ്ടെത്താം? ഓൺ ദ ബേസ് ഓഫ് ക്യാപിറ്റൽ, ന്യൂ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിനെ ബേസ് ചെയ്ത്, അതുപോലെ പ്രോഫിറ്റിനെയും ബേസ് ചെയ്ത്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും ബേസ് ചെയ്ത് ടോട്ടൽ ക്യാപിറ്റൽ കണ്ട് നമ്മൾക്ക് ഗുഡ്വിൽ കണ്ടെത്താം. അതിന്റെ സ്റ്റെപ്സ് എങ്ങനെയെന്ന് നോക്കാം. സ്റ്റെപ്സ് ടു കാൽക്കുലേറ്റ് ഗുഡ്വിൽ. ഫസ്റ്റ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ടോട്ടൽ എസ്റ്റിമേറ്റഡ് ക്യാപിറ്റൽ, ദാറ്റ് മീൻസ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ഇങ്ങനെ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടെത്തുന്നത്, അത് എസ്റ്റിമേറ്റഡ് ക്യാപിറ്റൽ എന്ന് പറയാൻ കാരണം ആക്ച്വൽ ക്യാപിറ്റൽ അല്ല, അതൊരു എസ്റ്റിമേഷൻ ആണ്. എങ്ങനെയാ? ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇൻടു ടോട്ടൽ ഷെയർ ഡിവൈഡ് ബൈ ന്യൂ പാർട്ട്നേഴ്സ് ഷെയർ.
ന്യൂ പാർട്ണറെ ക്യാപിറ്റൽ, പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അയാളുടെ ക്യാപിറ്റൽ എത്ര ഇൻറ്റു ടോട്ടൽ ഷെയർ. ടോട്ടൽ ഷെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പുതിയ പാർട്ണർക്ക് 1/3 ഷെയർ ആണ് നൽകുന്നതെങ്കിൽ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 3 ആണ്. ന്യൂ പാർട്ണർ ഷെയർ എന്ന് പറയുന്നത് 1 ആണ്. 2/7 ആണെങ്കിൽ 2/7 ആണെങ്കിൽ ടോട്ടൽ ഷെയർ 7 to ന്യൂ പാർട്ണർ ഷെയർ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഗുഡ്വിൽ കാണാം. ടോട്ടൽ ക്യാപിറ്റൽ ഏതാ? ടോട്ടൽ ക്യാപിറ്റൽ ടോട്ടൽ എസ്റ്റിമേറ്റഡ് ക്യാപിറ്റൽ ആണ്. മുകളിൽ സ്റ്റെപ്പ് 1ൽ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ ക്യാപിറ്റൽ മൈനസ് ദ ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ണേഴ്സ് പ്ലസ് ക്യാപിറ്റൽ ഓഫ് ന്യൂ പാർട്ണർ. അതായത് എസ്റ്റിമേറ്റഡ് ടോട്ടൽ ക്യാപിറ്റലിൽ നിന്നും ഓൾഡ് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റലും പുതിയ പാർട്ണറുടെ ക്യാപിറ്റലും കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. നമ്മൾക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സ്നേഹ ആൻഡ് സ്മിത ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. പ്രോഫിറ്റ്സും ലോസും 3:2 എന്ന റേഷ്യോയിലാണ് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള രണ്ട് പാർട്ട്നേഴ്സ്. Their capitals were 80,000 and 50,000 respectively. അവരുടെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. They admitted Zenith on January 1, 2019 as a new partner for 1/7th share in future profit. ഭാവിയിലേക്കുള്ള ഷെയർ Zenith ഷെയർ 1/5. Zenith brought rupees 60,000 as her capital. ക്യാപിറ്റലായിട്ട് 60,000 രൂപ കൊണ്ടുവരുന്നു. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ. ഗുഡ്വിൽ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ് ഓൺ Zenith's admission. If Zenith brings her share, his എന്നല്ല her share of goodwill. her share of goodwill കൊണ്ടുവരികയാണെങ്കിൽ എന്തായിരിക്കും ജേണൽ എൻട്രി? And she does not bring her share of goodwill. അവരുടെ ഷെയർ അവർ കൊണ്ടുവരുന്നില്ല. ഗുഡ്വിൽ ഷെയർ കൊണ്ടുവരാത്ത സന്ദർഭവും കൊണ്ടുവന്ന സന്ദർഭവും ഇങ്ങനെ കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഹിഡൻ ഗുഡ്വിൽ ആണ് പുതുതായി വരുന്നത്. നമുക്ക് എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേഷൻ എന്ന് ആദ്യം പരിശോധിക്കാം. കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ. ടോട്ടൽ ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നേരത്തെ നമ്മൾ ഫോർമുല പറഞ്ഞിരുന്നു. ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇൻറ്റു ടോട്ടൽ ഷെയർ ഡിവൈഡ് ബൈ ന്യൂ പാർട്ട്നേഴ്സ് ഷെയർ. $60,000 new partners capital, Zenith's capital. 60,000 into total share 1/5 ന്റെ നേരെ തിരിച്ചിട്ടാൽ മതി. ടോട്ടൽ ഷെയർ 5 divided by 1 is equal to കാൽക്കുലേറ്റ് ചെയ്താൽ 3 lakh ലഭിക്കും. ഇപ്പോൾ ടോട്ടൽ എസ്റ്റിമേറ്റഡ് ക്യാപിറ്റൽ കിട്ടി. ഇനി ഗുഡ്വിൽ is equal to ടോട്ടൽ എസ്റ്റിമേറ്റഡ് ക്യാപിറ്റൽ. അങ്ങനെ എഴുതണം അത് ശരിക്കും. ടോട്ടൽ ക്യാപിറ്റൽ എന്ന് എഴുതിയ ഒരു കൺഫ്യൂഷൻ വരും. ടോട്ടൽ എസ്റ്റിമേറ്റഡ് ക്യാപിറ്റൽ നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഇവിടെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നത് നിങ്ങൾ ടോട്ടൽ എസ്റ്റിമേറ്റഡ് ക്യാപിറ്റൽ എന്ന് നോട്ടിലേക്ക് എഴുതുക. അതുപോലെ താഴെ ഗുഡ്വിൽ is equal to ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ടോട്ടൽ എസ്റ്റിമേറ്റഡ് ക്യാപിറ്റൽ എന്ന് എഴുതുക. അതല്ലെങ്കിൽ പിന്നീട് ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ടോട്ടൽ എസ്റ്റിമേറ്റഡ് ക്യാപിറ്റൽ മൈനസ് ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് പ്ലസ് ക്യാപിറ്റൽ ഓഫ് ന്യൂ പാർട്ട്നർ. അതായത് ടോട്ടൽ ക്യാപിറ്റൽ മൈനസ് ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് മൈനസ് ക്യാപിറ്റൽ ഓഫ് ന്യൂ പാർട്ട്നർ. അങ്ങനെ അതിനെ പറയാം, ആ ബ്രാക്കറ്റ് ഒഴിവാക്കുകയാണെങ്കിൽ. ഇവിടെ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ അങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 3 lakh മൈനസ് 80,000 മൈനസ്, അതായത് ആ എസ്റ്റിമേറ്റഡ് ക്യാപിറ്റലിൽ നിന്ന് പഴയ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ഒരാളുടെ 80,000 ആണ്, മറ്റൊരാളുടെ 50,000 ആണ്, പുതിയ ആളുടെ 60,000 ആണ്. കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 1,10,000. 1,10,000 ആണ് ഇവിടെ ഗുഡ്വിൽ. പക്ഷേ പുതിയ പാർട്ട്നേഴ്സ് Zenith ഈ 1,10,000 കൊണ്ടുവരണോ? ഇത് ഫേംസ് ഗുഡ്വിൽ ആണ്. ഈ ഫേംസ് ഗുഡ്വിൽ മുഴുവനായും അദ്ദേഹം കൊണ്ടുവരേണ്ടതുണ്ടോ? അവർ കൊണ്ടുവരേണ്ടതുണ്ടോ? ഇല്ല. അവരുടെ ഷെയർ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അവരുടെ ഷെയർ കാൽക്കുലേറ്റ് ചെയ്ത് അത്
ഈ 22,000 ആണ് അത് കൊണ്ടുവരിക. ഇപ്പോൾ ഹിഡൻ ഗുഡ്വിൽ എന്നുള്ള ആ ഹിഡൻ നമ്മൾ കണ്ടെത്തി. ഇനി സാധാരണ പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. 22,000 ആണ് സീനത്ത് ഷെയർ. ഒന്നാമത്തെ കേസിന് സീനത്ത് ബ്രിങ്സ് ഹർ ഷെയർ. അയാൾ ക്യാപിറ്റലും കൊണ്ടുവരുന്നുണ്ട്, ഗുഡ്വിലും കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത അതേപോലെ തന്നെ വലിയ വ്യത്യാസങ്ങളും ജേണലിന് പ്രയാസങ്ങളൊന്നുമില്ല. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും ജേണൽ നമുക്കൊന്ന് എഴുതാം. ഫസ്റ്റ് കേസ് സാം അല്ല, സീനത്ത് ആണ്. സീനത്ത് എന്നാണത്. സീനത്ത് ബ്രിങ്സ് ഹർ ഷെയർ ഓഫ് ഗുഡ്വിൽ. ജേണൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ 82,000. എങ്ങനെ 82,000 കിട്ടിയത്? സീനത്ത് ബ്രോഡ് 60,000 ക്യാപിറ്റൽ, 22,000 ആസ് ഹർ ഷെയർ ഓഫ് ഗുഡ്വിൽ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ ടു സീനത്ത് ക്യാപിറ്റൽ 60,000 ടു ഗുഡ്വിൽ 22,000. നരേഷൻ: Seenath brings her capital and her share of goodwill. Amount brought in by Seenath as capital and premium for goodwill. ഒരു നരേഷൻ ഇതന്നെ എഴുതണമെന്നില്ല, അതിനോട് യോജിച്ച ഒരു നരേഷൻ എഴുതാം. ഇനി ഈ ഗുഡ്വിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള ഈ ഗുഡ്വില്ലിനെ നമ്മൾക്ക് അത് പ്രീമിയം ആണ്. ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ ഡിവൈഡ് ചെയ്യണം. ഓൾഡ് പാർട്ട്നേഴ്സിനെ അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ ഡിവൈഡ് ചെയ്യണം. ഓൾഡ് പാർട്ട്നേഴ്സിനെ സാക്രിഫൈസിങ് റേഷ്യോ ഡിവൈഡ് ചെയ്യുമ്പോൾ ഗുഡ്വിൽ ഡെബിറ്റ് ചെയ്താൽ, ക്രെഡിറ്റ് ചെയ്ത ഗുഡ്വില്ലിനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ ഗുഡ്വിൽ ഇല്ലാതായിപ്പോയി. ഇനി ഈ ജേണലിൽ ക്രെഡിറ്റ് വരുന്നത് ഏതിനൊക്കെയാണ്? സ്നേഹാസ് ക്യാപിറ്റലും സ്മിതാസ് ക്യാപിറ്റലും. സ്നേഹാസ് ക്യാപിറ്റൽ 13,200, സ്മിതാസ് ക്യാപിറ്റൽ 8,800. എങ്ങനെ ഇത് ഡിവൈഡ് ചെയ്തത്? ഈ എമൗണ്ട് എങ്ങനെ കിട്ടി? ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എങ്ങനെ കിട്ടി? ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ, ഞാനത് പറയാൻ വിട്ടുപോയതാണ്, നിങ്ങൾക്ക് അറിയുന്ന ഭാഗമായതുകൊണ്ട്. സാക്രിഫൈസിങ് റേഷ്യോ ഈ ക്വസ്റ്റ്യനിൽ എത്രയാ? ഓൾഡ് റേഷ്യോ 3:2, ന്യൂ റേഷ്യോ 1/5. സാക്രിഫൈസിങ് റേഷ്യോ 3:2. ന്യൂ റേഷ്യോ തന്നിട്ടുണ്ടോ? സാക്രിഫൈസിങ് റേഷ്യോയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ക്വസ്റ്റ്യന്? രണ്ടുമില്ല. അപ്പോൾ ഓൾഡ് റേഷ്യോയും ന്യൂ പാർട്ട്ണറുടെ ഷെയറും മാത്രമേ തന്നുള്ളൂ എങ്കിൽ ആ ഓൾഡ് റേഷ്യോ 3:2 ആണ് ഇവിടുത്തെ സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ ഗുഡ്വില്ലിനെ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ സ്നേഹ, സ്മിത ഇവർക്കിടയിൽ ഓൾഡ് റേഷ്യോയിലല്ല ഡിവൈഡ് ചെയ്യുന്നത്, സാക്രിഫൈസിങ് റേഷ്യോ ആണ്. ഇവിടെ ഓൾഡ് റേഷ്യോ സാക്രിഫൈസിങ് റേഷ്യോ ഒന്ന് തന്നെയാണ്. നരേഷൻ നോക്ക്, ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സാക്രിഫൈസിങ് റേഷ്യോ. ആ നരേഷനാണ്. ആ നരേഷൻ പഠിച്ചു വെച്ചാൽ നിങ്ങളെ ഭാഗത്തുനിന്ന് തെറ്റ് വരാതെ നിങ്ങൾ പറയാൻ കഴിയും. അപ്പോൾ ഫസ്റ്റ് കേസിന്റെ ജേണൽ എൻട്രീസ് കഴിഞ്ഞു. ഈ ഗുഡ്വിൽ ഇവര് വിഡ്രോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞാലേ നമുക്കതുമായി ബന്ധപ്പെട്ട് ജേണൽ എൻട്രീസ് എഴുതേണ്ടതുള്ളൂ. ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ല. നെക്സ്റ്റ്, സാം ഡസ് നോട്ട് ബ്രിങ്. സാം എന്നല്ല, സാം എന്നുള്ളത് തെറ്റാണ്. ഇവിടെ സീനത്ത് എന്നാണ് പുതിയ പാർട്ട്ണറുടെ പേര്. സീനത്ത് ഡസ് നോട്ട് ബ്രിങ് ഹർ ഷെയർ ഓഫ്. സീനത്ത് ഡസ് നോട്ട് ബ്രിങ് ഹർ ഷെയർ ഓഫ് ഗുഡ്വിൽ. അവർ ഷെയർ ഓഫ് ഗുഡ്വിൽ കൊണ്ടുവരാത്ത സന്ദർഭത്തിൽ എന്ത് ചെയ്യും? ന്യൂ പാർട്ട്ണർ, അതിന്റെ സ്പെസിമെൻ ജേണൽ പഠിച്ചു വെച്ചാൽ മതി. ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്തുകൊണ്ടാണ് ന്യൂ പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത്? അയാൾ കൊണ്ടുവന്നിട്ടില്ല, ക്യാഷ് ആയി കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ അയാളുടെ ക്യാപിറ്റൽ മാത്രമേ ബിസിനസ്സിലുള്ളൂ. അതുകൊണ്ട് അയാളെ ക്യാപിറ്റൽ അക്കൗണ്ടോ അല്ലെങ്കിൽ കറന്റ് അക്കൗണ്ടോ ഡെബിറ്റ് ചെയ്യും. അതുകൊണ്ട് സീനത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ ഫസ്റ്റ് ജേണലാണിത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റ 60,000, സീനത്ത് ക്യാപിറ്റൽ 60,000, എമൗണ്ട് ബ്രോട്ട് ഇൻ ബൈ സീനത്ത് ആസ് ക്യാപിറ്റൽ. കാരണം 60,000 ആണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. സീനത്ത് ബ്രോട്ട് ₹60,000 ആസ് ഹർ ക്യാപിറ്റൽ. ക്യാപിറ്റൽ ആയിട്ട് 60,000 റുപ്പീസ് കൊണ്ടുവരുന്നു. ആ കൊണ്ടുവന്നത് നമ്മൾ ജേണൽ എഴുതി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റ സീനത്ത് ക്യാപിറ്റൽ 60,000, എമൗണ്ട് ബ്രോട്ട് ഇൻ ബൈ സീനത്ത് ആസ് ക്യാപിറ്റൽ. ഗുഡ്വിൽ കൊണ്ടുവരുന്നില്ല. ഗുഡ്വിൽ കൊണ്ടുവരാതിരിക്കുമ്പോൾ ജേണൽ എൻട്രി എന്താ? സീനത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ 22,000 ടു ക്രെഡിറ്റ് എന്തായിരിക്കും?
സ്നേഹാസ് ക്യാപിറ്റൽ, സ്മിതാസ് ക്യാപിറ്റൽ. അവരുടെ ഓൾഡ് റേഷ്യോ ഡിവൈഡ് ചെയ്തെഴുതും. ഓക്കെ, ക്ലിയർ? നരേഷൻ എഴുതി. ഇതാണ് നമ്മുടെ ഹിഡൻ ഗുഡ്വിൽ എന്നുള്ള കേസിൽ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തത് മറ്റൊരു കേസാണ്. When new partner brings his share of goodwill in kind. In kind എന്ന് പറയുന്നത് അസെറ്റ് എന്നാണ്. പുതിയ പാർട്ട്ണർ അയാളുടെ ഗുഡ്വിൽ ഷെയർ ക്യാഷ് ആയി മാത്രമല്ല കൊണ്ടുവരുന്നത്, കൈൻഡ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അതിന്റെ പ്രിൻസിപ്പിളിൽ അല്ലെങ്കിൽ കോൺസെപ്റ്റിൽ ഒരു തെറ്റുമില്ല, ഒരു മാറ്റമില്ല. ക്യാഷ് ആയി കൊണ്ടുവരുമ്പോൾ എങ്ങനെ എഴുതും? ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ഗുഡ്വിൽ എന്ന് എഴുതും. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ഗുഡ്വിൽ, ഗുഡ്വിൽ അക്കൗണ്ട് അറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ഒറ്റ ജേണലും എഴുതാം. ക്യാഷ് ഒരു അസറ്റ് അല്ലേ? അസറ്റ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ അത് ഡെബിറ്റ് ചെയ്യുമല്ലോ. അതേപോലെ ഏതൊരു അസറ്റ് വന്നാലും ഡെബിറ്റ് ചെയ്യും. പക്ഷേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ വരും. അതെന്താണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. നോക്ക്. എക്സ് ആൻഡ് വൈ are partners sharing profit and losses in the ratio 4:3. They admit Z into partnership for 1/4 share in future profits. ഭാവിയുള്ള പ്രോഫിറ്റിലെ 1/4 Z ന് കൊടുക്കും. He contributed the following assets towards his capital and for her share of goodwill. His share of goodwill. അയാള് താഴെ പറയുന്ന അസറ്റ്സ് ക്യാപിറ്റലായിട്ടും ഗുഡ്വിലായിട്ടും ബിസിനസ്സിൽ കൊണ്ടുവരുന്നു. അസറ്റ്സ് ഏതൊക്കെയാ? ക്യാഷ്, ക്യാഷ് ഉൾപ്പെടുന്നു, ക്യാഷ് ഒരു അസറ്റാണ്. ലാൻഡ്, പ്ലാന്റ്, ഫർണിച്ചർ, ഇത്രയും കാര്യങ്ങളാണ് അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി on the date of admission, goodwill of the firm valued at 28,000. ഫേമിന്റെ ഗുഡ്വിൽ 28,000 ആണ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു ചെയ്തു. ഫേമിന്റെ ഗുഡ്വിൽ, ഫേംസ് ഗുഡ്വിൽ 28,000. ഗിവ് ജേണൽ എൻട്രീസ്. ക്വസ്റ്റ്യൻ. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ ക്യാപിറ്റൽ എത്രയാണ്, ഗുഡ്വിൽ എത്രയാണ് എന്ന് വ്യക്തമായി പറഞ്ഞില്ല. അതാണ് ഈ ക്വസ്റ്റ്യനുള്ള പ്രയാസം. എന്തായാലും നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് പോകാം. സാക്രിഫൈസിംഗ് റേഷ്യോ എത്രയാ? 4:3. അസറ്റ്സ്, കൊണ്ടുവന്ന അസറ്റ്സ് ഡെബിറ്റ് ചെയ്തു, കൊണ്ടുവന്ന അസറ്റ്സ് ഡെബിറ്റ് ചെയ്തു. ബാങ്ക്, ഞാൻ ഈ ക്യാഷ് എന്നുള്ളതിന് പകരം ഇവിടെ ബാങ്ക് എന്ന് എഴുതി. ക്യാഷ് എന്ന് എഴുതിയാലും ബാങ്ക് എന്ന് എഴുതിയാലും ശരിയാണ്. ലാൻഡ് 15,000, പ്ലാന്റ് 10,000 ആൻഡ് ഫർണിച്ചർ 7,000. ഇതെല്ലാം ഡെബിറ്റ് ചെയ്യും, കാരണം എല്ലാം ബിസിനസ്സിലേക്ക് വരുന്നു, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യും. അദ്ദേഹം സെഡ് ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നുണ്ട്, അതും ഗുഡ്വിലായിട്ടും കൊണ്ടുവരുന്നുണ്ട്. ക്യാപിറ്റലായിട്ടും കൊണ്ടുവരുന്നുണ്ട്, ഗുഡ്വിലായിട്ടും കൊണ്ടുവരുന്നുണ്ട്. ഗുഡ്വിൽ 7,000 ആണ്. എങ്ങനെ ഗുഡ്വിൽ 7,000 കിട്ടി? ഇവിടെ ഗുഡ്വിൽ എന്ന് എങ്ങനെ കിട്ടിയത് എന്ന് പറയുന്നില്ല. ഗുഡ്വിൽ എങ്ങനെ 7,000 കിട്ടി നോക്കാം. നിങ്ങൾ സ്ക്രീൻ ക്വസ്റ്റിന്റെ താഴെ നോക്കൂ. C's share of goodwill is equal to 28,000 into 1/4 is equal to 7,000. C's share of goodwill, total goodwill 28,000 ആണ്. അതിന്റെ 1/4 7,000. ആ 7,000 ആണ് ഇവിടെ വന്നത്. ഇനി എങ്ങനെ ക്യാപിറ്റൽ കാണാം? ഒരു ജേണൽ എൻട്രിയുടെ ബേസ്, ജേണൽ എൻട്രിയുടെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും ഈക്വൽ ആയിരിക്കണം. അപ്പോ എങ്ങനെ ഇത് ഈക്വൽ ആക്കാം? ഈ ടോട്ടൽ അസറ്റിൽ നിന്ന്, ടോട്ടൽ അസറ്റ്സ് എത്രയാ? 10,000, 15,000 ആൻഡ് 10,000 ആൻഡ് 7,000. ഇതിൽ നിന്ന് ഈ 7,000 ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് ഗുഡ്വില്ലിന്റെ നേരെ, ഗുഡ്വില്ലിന്റെ 7,000 ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് ക്യാപിറ്റൽ. അത് എത്രയായിരിക്കും? ടോട്ടൽ അസറ്റ്സ് നിങ്ങൾ ആഡ് ചെയ്താൽ 42,000 കിട്ടും. ക്യാപിറ്റൽ 42,000 മൈനസ് 3,500.
3500. ഒരു 0 ഇവിടെ പോയിട്ടുണ്ട്. 3500. ഓക്കെ, ഇതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. അസറ്റ്സ് കൊണ്ടുവരുമ്പോൾ ക്യാപിറ്റലും ഗുഡ്വില്ലും ഇൻക്ലൂഡഡ് ആയിരിക്കും. രണ്ടും കൂടെ കൂട്ടി ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇതിലുണ്ടാകും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. ടോട്ടൽ അസറ്റിൽ നിന്ന് ഗുഡ്വിൽ ഷെയർ കുറച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എത്രയെന്ന് കിട്ടും. ഇനി നരേഷൻ സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ തന്നെ അസറ്റ്സ് ബ്രോട്ട് ഇൻ ബൈ സെറ്റ് ആസ് ക്യാപിറ്റൽ ആൻഡ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. ഇനി ഈ ഗുഡ്വില്ലിനെ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എക്സിനും വൈനും കൊടുക്കും സാക്രിഫൈസിങ് റേഷ്യോയിൽ. ഈ ക്വസ്റ്റ്യനും സാക്രിഫൈസിങ് റേഷ്യോ കാണേണ്ടതില്ല, കാരണം 4:3 തന്നെയാണ്. നമുക്ക് സാധാരണ പോലെ അത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. ഗുഡ്വിൽ ഡെബിറ്റ് ചെയ്തു, എക്സ് ക്യാപിറ്റൽ 4000, വൈസ് ക്യാപിറ്റൽ 3000. അത് കിട്ടിയത് 4:3 എന്നുള്ള റേഷ്യോ ഡിവൈഡ് ചെയ്താണ് അതിന്റെ ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ ഇതുവരെ നമ്മൾ അഡ്മിഷൻ സമയത്തുള്ള ഗുഡ്വിൽ ട്രീറ്റ്മെന്റുകൾ പറഞ്ഞു. എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇൻകമിംഗ് പാർട്ട്ണർ brings his share of goodwill in cash. ആ ക്യാഷ് കൊണ്ടുവരുന്ന ക്യാഷ് ചില സമയത്ത് വിഡ്രോ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസ്. ഗുഡ്വിൽ എക്സിസ്റ്റ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഇൻകമിംഗ് പാർട്ട്ണർ brings his share of goodwill in kind പറഞ്ഞു കഴിഞ്ഞു. ഹിഡൻ ഗുഡ്വിൽ പറഞ്ഞു കഴിഞ്ഞു. ഇൻകമിംഗ് പാർട്ട്ണർ അൺഏബിൾ ടു ബ്രിങ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. ഇങ്ങനെ അഡ്മിഷൻ സമയത്ത് ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ട എല്ലാ ട്രീറ്റ്മെന്റുകളും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടെത്തുക, അത് ആൻസർ ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ട എല്ലാ റിവിഷൻസും നിങ്ങൾ നടത്തണം. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചില ടെസ്റ്റുകൾ ഇനി നടത്താൻ പോകുന്നുണ്ട്. എല്ലാവരും അപ് ടു ഡേറ്റ് ആയി പഠിക്കണം. ഈ കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾ എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് ആവട്ടെ, ഹാൻഡ് സാനിറ്റൈസേഷൻ ആവട്ടെ, അതുപോലുള്ള കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ സേഫ് ആയിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് വല്ല പ്രൈമറി കോണ്ടാക്ട്, പോസിറ്റീവായ കേസുമായി ബന്ധപ്പെട്ട് വല്ല പ്രൈമറി കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വമേധയാ ക്വാറന്റൈൻ ആവണം. 7 ദിവസം മിനിമം നിങ്ങൾ നിങ്ങളുടെ റൂമിലും അല്ലെങ്കിൽ മറ്റ് ആളുകളിൽ നിന്ന് വേറിട്ട് നിൽക്കണം. എല്ലാവരും മാസ്ക് ഉപയോഗിക്കണം. വളരെ സുരക്ഷിതത്വത്തോടുകൂടി സുരക്ഷിതരായിരിക്കണം. എല്ലാവരും നന്നായി പഠിക്കുകയും ചെയ്യുക. ഈ കാലഘട്ടത്തിൽ ഓൺലൈൻ ക്ലാസ് അല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും നോട്ടും അതുപോലെ ടെക്സ്റ്റും വേണ്ട എഴുത്തുകുത്തുകളും റിവിഷനുകളും എല്ലാം നിങ്ങൾ നടത്തണം. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നന്നായി പഠിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.